മക്കയുടെ അടുത്തായിട്ടുള്ള ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബർസ്ഥാനാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒരുപാടധികം തന്നെ ഖബർസ്ഥാനുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഖബറടക്കിയിട്ട് വന്നു കഴിഞ്ഞാല് ഈ മയ്യത്തിന്റെ അവകാശികളൊക്കെ അവിടെ വന്ന് നിൽക്കും. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം വരി വരിയാ വന്ന് തഅസിയത്ത് നടത്തി മുസാഫ ചെയ്തിട്ടൊക്കെയാണ് പോണത്. എല്ലാരും വരി വരിയാ നിൽക്കുക. അറബികളെ പുറത്തുള്ള നാട്ടുകാരുടെ കാര്യം പറയണം. അവരടക്കിയിട്ട് വന്ന് മയ്യത്തുമായി ബന്ധപ്പെട്ടവര് ഒരു സൈഡിൽ ഇങ്ങനെ നിരന്ന് നിൽക്കും. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും എന്ത് ചെയ്യും? അടക്കിയിട്ട് വന്നിട്ട് അവരെ താഴ്സിയത്ത് പറഞ്ഞ് മുസാഫ ചെയ്ത് ആദമല്ലാഹു അജറക വഹ്സന അസാക വഗഫറ ലി മയ്യത്തിക എന്ന് ദുആ ചെയ്ത് മുസാഫ ചെയ്ത് ഇങ്ങനെ വരി വരിക ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പോകും. അതാണ് ഇവിടെ ഇങ്ങനെ ചെറിയ സംവിധാനം. ഇതിന്റെ രീതി എങ്ങനെയാണെന്നറിയാം. ഇവിടെ ഖബർ സാധാരണ അറബിയിൽ പറയാൻ ലഹദ് എന്ന് പറയും. എന്ന് വെച്ചാൽ നേരെ കുഴിച്ച് പോയിട്ട് പള്ള തുരക്കും. തുരന്നിട്ട് അകത്താണ് മയ്യത്ത് വെക്കുന്നത്. വെച്ചിട്ട് ആ സൈഡ് കല്ലുകൊണ്ട് അടയ്ക്കും. ചുടല് കട്ട കൊണ്ട് അടച്ചിട്ട് ഈ കുഴിയിൽ മണ്ണ് നിറയ്ക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഖബർ. അല്ലാതെ തള്ളക്കുഴി പുള്ളക്കുഴി പലവ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇവിടുത്തെ മണ്ണ് ഭയങ്കര മസ്ബൂത്ത് മണ്ണാണ്, നല്ല ബലമുള്ള മണ്ണാണ്. അതുകൊണ്ട് ഈ പള്ള തുരന്നിട്ട് മയ്യത്തിനകത്തോട്ട് വെക്കും. വെച്ചിട്ടാണ് സൈഡിൽ കല്ല് വെച്ചിട്ട് ഈ കുഴിയിൽ മണ്ണ് നിറയ്ക്കും. അതാണ് ഇവിടുത്തെ ഖബറിൻ്റെ രീതി. അങ്ങനെയാണ് ഇവിടെ മക്കയിലായാലും മദീനയിലായാലും. ഈ ഖദീജ റളിയല്ലാഹുവിന്റെ ഖബർ ഇതിനകത്താണ്. പ്രധാനപ്പെട്ട ഖബർ അതുകൊണ്ടായി കെട്ടി ഇങ്ങനെ ഫുൾ അടച്ചിട്ടേക്കണം. ഇവിടെ വേറെ അടക്കാൻ പറ്റൂല.